ഇന്ന് 2026 മാർച്ച് 4 ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമായി ഇപ്പോൾ രാത്രി വളരെ ക്ലിയറായി വന്നിരിക്കുന്നൊരു വാർത്ത. ബംഗാൾ ഉൾക്കടലിൽ ഒരു വലിയ നാവികാഭ്യാസ പ്രകടനം കഴിഞ്ഞ് തിരികെ ഇറാനിലേക്ക് വരികയായിരുന്ന ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ വരുന്ന വഴിക്ക് ഇന്ത്യൻ ഓഷൻ ഭാഗത്ത് ശ്രീലങ്കയുടെ തീരത്ത് വെച്ച് ഒരു അമേരിക്കൻ മുങ്ങിക്കപ്പലിൽ നിന്ന് പുറപ്പെട്ട ടോർപിഡോ, അതായത് ജലാന്തർ ഭാഗത്തുള്ളൊരു മിസൈൽ വന്നിടിച്ചിട്ട് ആ കപ്പലിനെ തകർത്ത് മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന വാർത്ത. അതിൽ 87 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തെന്നും കുറച്ചു പേരെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നും ഈ റിപ്പോർട്ട് പറയുകയാണ്. എങ്ങനെയാണ് ഈ ടോർപിഡോ വന്നിട്ട്, ഒരു അന്തർവാഹിനിയിൽ നിന്ന് പുറപ്പെട്ട ടോർപിഡോ വന്നിട്ട് ഈ കപ്പലിനെ മുക്കിക്കളഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും അമേരിക്കയുടെ പെൻറ്റഗൺ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന മിസൈൽ എന്ന് പറയുന്ന ടോർപിഡോ കാറ്റഗറിയിലുള്ളത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യുദ്ധക്കപ്പലിനെ മുക്കുന്നത് എന്ന കാര്യം ചരിത്ര പ്രസക്തമായി ഇന്ന് മാറുകയാണ്. ഇതിനിടയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനിയെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ അമേരിക്കയുടെ കേന്ദ്രങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഖത്തറിനെ അല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ആ പറഞ്ഞതിനെ തത്സമയം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഖത്തർ. അങ്ങനെയൊന്നും ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ അമേരിക്കയുടെ ടാർഗറ്റ് അല്ല നമ്മുടെ രാജ്യത്ത് ചെയ്തിരിക്കുന്നത് എന്നെല്ലാവർക്കും ബോധ്യമാണ് എന്ന കാര്യം ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ പറഞ്ഞതായും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഇതിനിടയിൽ UAE മറ്റുള്ള GCC രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു അടിയന്തര യോഗം നടത്തുകയാണ് എന്ന കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അജണ്ട എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള തയ്യാറെടുപ്പുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുക, സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അജണ്ടയായി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം വളരെ വ്യക്തമായി കൊടുക്കുന്നൊരു കണക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുതൽ ഇന്ന് വരെയായി 5 ദിവസം കൊണ്ട് 5000-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് പതിച്ചിട്ടുണ്ട്, പായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പതിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലും, പ്രത്യേകിച്ച് ഇറാൻ്റെ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യവും ഇസ്രയേൽ പറയുകയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി ഇസ്രയേൽ പറഞ്ഞു, ഇന്ന് രാത്രിയും ഇറാൻ്റെ ഭാഗത്തു നിന്നും മിസൈൽ ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഞങ്ങളതിനെ എതിർത്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കണക്കുകളും പ്രത്യാക്രമണത്തിൻ്റെ വിവരങ്ങളും വരുന്ന കൂട്ടത്തിൽ അമേരിക്ക ഒരു കണക്ക് പറയുന്നത്, ആദ്യത്തെ ദിവസം എത്രയാണോ ഇറാൻ പ്രതിരോധിക്കാൻ വേണ്ടി പല മേഖലകളിലേക്കും അയച്ച മിസൈലുകളും ഡ്രോണുകളും അതിൻ്റെ എണ്ണവും ശതമാനമൊക്കെ 5ാം ദിവസമായപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഡ്രോണും മിസൈലും, അതായത് മിസൈലുകളുടെ കാര്യത്തിലാണെങ്കിൽ 86% കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള അവസ്ഥയായി അമേരിക്ക പറയുന്നത്. ഡ്രോണുകളുടെ കാര്യത്തിൽ 73% കണ്ടും കുറഞ്ഞിരിക്കുന്നു 5ാം ദിവസം എന്നാണ് അമേരിക്കയുടെ കണക്ക്. എന്നാൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അമേരിക്ക കുർദിഷ് ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുമായി ചില സഖ്യത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്ത പരക്കുമ്പോൾ ഇറാനിലൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്, നേതൃമാറ്റത്തെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ ഇങ്ങനെ കുർദിഷ് ഇറാനിയൻ ഗ്രൂപ്പുമായിട്ട് അമേരിക്കയിലെ ചില വൃത്തങ്ങൾ നടത്തുകയാണ് എന്നുള്ള വാർത്ത വരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഈ ഇറാഖിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള കുർദിഷ് ഇറാനിയൻ ഒപ്പോസിഷൻ്റെ ബേസിൽ കയറി ആക്രമണം നടത്തി എന്നൊരു വാർത്ത വരികയാണ്. അതിൻ്റെ നാശനഷ്ടങ്ങൾ എത്ര, ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ, ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ലോകത്ത് പല ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു പ്രകോപനമില്ലാതെ കണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തി എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഔപചാരികമായിട്ട് ഇസ്രയേൽ ഇപ്പോൾ നൽകുകയാണ്. ഒന്നാമത്തെ കാര്യം, വിചാരിച്ചതിനും അപ്പുറമുള്ള വിധത്തിൽ ഇറാൻ ഭൂഗർഭ അറകളിൽ ആണവോർജ വികിരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണം സജീവമാക്കി കൊണ്ടുപോവുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് 100% മനസ്സിലായി. അത് ഒന്നാമത്തെ കാരണം. 2, നാളിതുവരെ ഇല്ലാത്ത വിധം ഇറാൻ മിസൈലുകൾ റെഡിയാക്കി വെക്കുന്ന കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 2 കാര്യങ്ങളും വെച്ചുകൊണ്ട്
ആദ്യം അങ്ങോട്ട് കയറി ആക്രമിക്കുകയല്ലാതെ നോക്കിയിരുന്നാൽ ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഇറാൻ തിരികെ ഇങ്ങോട്ട് ആക്രമിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ആദ്യത്തെ ആക്രമണം ഞങ്ങൾ തൊടുത്തുവിട്ടത് എന്ന അർത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ഇവിടെ ഇപ്പോൾ UAE കഴിയുന്ന, പ്രത്യേകിച്ച് കുടുങ്ങിപ്പോയി കിടക്കുന്ന, വിസയൊക്കെ ഓവറായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റു പല ഭാഗത്തു നിന്നും വന്ന് ട്രാൻസിറ്റിലൊക്കെ ആയിപ്പോയിട്ട് അവരവരുടെ നാടുകളിൽ പോകാൻ പറ്റാതെ പാതി വഴിയിൽ കിടക്കുന്ന ആളുകൾ എങ്ങനെ നാട്ടിലെത്താം? നമുക്കറിയാം ഫുജിയറിൽ നിന്നും മറ്റുമായിട്ടൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ പോകുന്നു, പക്ഷേ അതൊന്നും പോരാ. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ആശ്വാസം മസ്കറ്റ് വഴി നാട്ടിലെത്താൻ പറ്റുന്ന സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മസ്കറ്റിൽ പോകുമ്പോൾ മസ്കറ്റിൻ്റെ അതോറിറ്റി, ഒമാനിൽ നിന്ന് പറയുന്നൊരു കാര്യം കൂടി മനസ്സിൽ വെക്കണം. ഈ ലാൻഡ് ബോർഡർ വഴി കരമാർഗം നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. നിങ്ങൾ പുറപ്പെടുമ്പോൾ ലാൻഡ് ബോർഡറിൽ ഭയങ്കരമായ തിരക്കുണ്ട്. അതുകൊണ്ടൊരു 12 മണിക്കൂർ നേരത്തെ എന്ന രൂപത്തിൽ പുറപ്പെടണം എന്ന് അതോറിറ്റി പറയുന്നത് ഈ യാത്രക്കാരെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. മസ്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടുന്നുണ്ട്, കാശൽപ്പം കൂടിയാലും പോകാൻ പറ്റും എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ മസ്കറ്റ് എയർപോർട്ടിൽ കൃത്യസമയത്ത് എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ഇറങ്ങണം എന്നാണ് അതിൻ്റെ സാരം. UAE പല വിമാനത്താവളങ്ങളിൽ നിന്നും ഭാഗികമായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ തുടങ്ങിയിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം. എത്തിഹാദ് എയർവേസ് ഒക്കെ പറയുന്നത് മാർച്ച് 6 രാവിലെ 6 മണി വരെ ഏതായാലും ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ളതാണ്. മറ്റു പല വിമാന കമ്പനികളുടെ കാര്യത്തിലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ UAE അതോറിറ്റി, പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി വിഭാഗം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഒന്നുകൂടി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എവിടെന്നെങ്കിലും കിട്ടുന്ന വിഷ്വൽസ്, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വെള്ളം ചേർത്ത് മായം ചേർത്ത് ആളുകളോട് ഷെയർ ചെയ്യുന്ന രീതിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. അത് വെറുതെ മിസ്ലീഡ് ചെയ്യാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ, തെറ്റിദ്ധാരണ പരത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം എന്ന് സൈബർ സെക്യൂരിറ്റി സെൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ എഡിറ്റ് ചെയ്ത വിഷ്വൽസ് ഇങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഇൻഫർമേഷൻ കിട്ടി എന്ന അർത്ഥത്തിൽ വാട്സപ്പിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമൊക്കെ പ്രചരിപ്പിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഔപചാരികമായ അറിയിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ വീണ്ടും വീണ്ടും ഔദ്യോഗിക വൃത്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. സാധാരണ നമുക്കറിയാം ഈ വർഷം സ്പ്രിംഗ് ബ്രേക്ക് എന്ന ഒരു അവധിക്കാലം, ഇട ബ്രേക്ക്, അത് വരാനിരിക്കുന്ന സമയം മാർച്ച് 16 മുതൽ മാർച്ച് അവസാനം വരെ എന്നുള്ളതായിരുന്നു കലണ്ടറിൽ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് മാർച്ച് 9 മുതൽ പെരുന്നാളിൻ്റെ അവധിയൊക്കെ കഴിയുന്ന 22 വരെ അങ്ങനെയായിരിക്കും ഇത്തവണത്തെ സ്പ്രിംഗ് ബ്രേക്ക്. സ്കൂളുകളിൽ അധ്യാപകർക്കും വരണ്ട, കുട്ടികൾക്കും വരണ്ട, സ്റ്റാഫിനും വരണ്ട എന്ന രൂപത്തിലുള്ള ബ്രേക്ക് എന്ന കാര്യം ഔപചാരികമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 23 മുതൽ ഹാജരാകണം എന്നുകൂടി ഓർമ്മയിലിരിക്കട്ടെ. മുൻകൂട്ടിയൊക്കെ ടിക്കറ്റ് എടുത്ത് വെച്ച എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാനിട്ട ആളുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രാധാന്യത്തിൽ ഇക്കാര്യം പറയുന്നത്. മാർച്ച് 9 മുതൽ യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും UAE 22 വരെ പ്രവർത്തിക്കില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക.